ഷഫീദ്, ഞാൻ ആദ്യം നമുക്ക് ആ വാർത്തയൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ എന്തായിരുന്നു അന്ന് ബ്രേക്ക് ചെയ്ത വാർത്ത എന്ന് പറയുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു 24 എന്ന പ്രേക്ഷകരോട് പറഞ്ഞത്. ദീർഘകാല വൈദ്യുതി കരാർ റദ്ദാക്കിയതിലൂടെ KSEBിക്ക് ഇതുവരെ 600 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. ഓരോ ദിവസവും 3 കോടി മുതൽ 7 കോടി രൂപ വരെയാണ് പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വൈദ്യുതി വാങ്ങാൻ അധികമായി ചെലവഴിച്ചത്. കരാർ പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചെങ്കിലും പഴയ നിരക്കിൽ വൈദ്യുതി നൽകാൻ കമ്പനികൾ തയ്യാറാകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ KSEB. കരാർ റദ്ദാക്കിയതിലെ പ്രശ്നങ്ങൾ 24 ആണ് പുറത്തോട്ട് വന്നത്. 2041 വരെയുള്ള ദീർഘകാല കരാർ റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയത് 2023 മെയ് 10-നാണ്. എന്നാൽ സംസ്ഥാനത്തെ ഗുരുതര വൈദ്യുതി പ്രതിസന്ധി കണക്കിലെടുത്ത പുതിയ കരാർ ഉണ്ടാക്കുന്നതുവരെ പഴയ കരാർ കുറച്ച് ദിവസത്തേക്ക് നീട്ടി. എന്നാൽ വൈദ്യുതി നൽകാൻ കമ്പനികൾ തയ്യാറായില്ല. തുടർന്ന് പവർ എക്സ്ചേഞ്ചിൽ നിന്നും ഉയർന്ന നിരക്കിലാണ് KSEB വൈദ്യുതി വാങ്ങിയത്. ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ കടുത്ത വൈദ്യുതി ക്ഷാമം നിലനിൽക്കുന്ന കാലമായതിനാൽ യൂണിറ്റിന് 10 രൂപ മുതൽ 14 രൂപ വരെയായിരുന്നു വില. ഈ വിലയ്ക്കാണ് KSEB 500 മെഗാവാട്ട് ഓരോ ദിവസവും വാങ്ങിയത്. ഇതിനായി ഒരു ദിവസം ശരാശരി 3.5 കോടി രൂപയാണ് ബോർഡ് ചെലവഴിച്ചത്. 2022-23 വൈദ്യുതി വാങ്ങാൻ ബോർഡ് ചെലവഴിച്ചത് 11,240 കോടിയായിരുന്നു. എന്നാൽ കരാർ റദ്ദാക്കിയതിലൂടെ ഈ വർഷം വൈദ്യുതി വാങ്ങാൻ ചെലവഴിക്കുന്ന തുക ഉയരും. കരാർ പുനഃസ്ഥാപിച്ചാലും പഴയ നിരക്കിൽ കമ്പനികൾ വൈദ്യുതി നൽകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. ഹ്രസ്വകാല കരാർ റദ്ദാക്കിയതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ 24 ആണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത്. കേരള ഇലക്ട്രിസിറ്റി ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ പുതിയ കമ്പനികൾ കൊടുത്തില്ലെന്ന് മാത്രമല്ല, സുപ്രീം കോടതി കയറി അവർ രക്ഷപ്പെട്ടു പോയി. കമ്പനികളൊന്നും പിന്നെ വൈദ്യുതി കൊടുത്തില്ല എന്ന് നമുക്കറിയാം. പറയൂ ഷഫീദ്. SKN കമ്പനികൾ വൈദ്യുതി കൊടുത്തില്ല എന്ന് മാത്രമല്ല, 2041 വരെ ഉണ്ടായിരുന്ന ഈ കരാർ അത് 2023-ലാണ് 2023 മെയ് 10-നാണ് ആ കരാർ റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയത്. അതുമൂലം സംസ്ഥാന സർക്കാരിനും KSEBിക്കും ഉണ്ടായ അധിക ബാധ്യത അത് ചെറുതല്ല. SKN ഈ നിരക്ക് വർധന സമയത്ത് KSEB ന്യായമായി പറയുന്ന ഒരു കണക്കുണ്ട്. ആ കണക്കടക്കമുള്ള കാര്യങ്ങളിൽ അമ്പേ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട് അടുത്തിടപഴകുന്ന ആളുകളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. SKN ഒരൊറ്റ കണക്ക് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാം. പ്രതിവർഷം 2000 കോടിയിലേറെ രൂപയുടെ നഷ്ടം നേരിടുന്നു. അതിനാൽ നിരക്ക് വർധന അനിവാര്യം. ഇതാണ് KSEBിയുടെ വാദം. എന്നാൽ ആ നിരക്ക് വർധനവിലേക്ക് കാര്യങ്ങൾ പോയത് എങ്ങനെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് നമുക്കറിയാം. ദീർഘകാല കരാറുകൾ 2020 മുതൽ റദ്ദ് ചെയ്യുന്നു. പിന്നീട് അത് പ്രശ്നമാകുന്നു. അതില്ലാതെ പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു. പവർ എക്സ്ചേഞ്ചിൽ നിന്ന് അധിക നിരക്കിൽ നമുക്ക് വൈദ്യുതി വാങ്ങേണ്ടി വന്ന അവസ്ഥ വന്നു. പ്രത്യേകിച്ച് പറഞ്ഞാൽ 10 മുതൽ 14 രൂപ വില കൊടുത്ത് 500 മെഗാവാട്ട് വൈദ്യുതി നമുക്ക് വില കൊടുത്ത് വാങ്ങേണ്ട സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. അതുമൂലം നമുക്ക് പ്രതിവർഷം എത്ര രൂപ നഷ്ടമുണ്ടായെന്നുള്ള കാര്യം അതിൻ്റെ കൃത്യമായ കണക്കുകൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടും KSEB ആ വിഷയത്തിൽ തീരുമാനം തിരുത്താൻ തയ്യാറായില്ല. പിന്നീട് പലതവണ ഈ വിഷയം കോടതി കയറിയപ്പോഴൊക്കെ KSEB ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ച കാര്യം കരാർ അത് നിയമപ്രകാരം മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ഇത് ഉപഭോക്താക്കൾക്ക് അധിക ഭാരം മൾട്ടി പ്രഹരം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം മൾട്ടി ഇയർ താരിഫ് അത് വൈദ്യുതി വകുപ്പ് മന്ത്രി ഒരു പക്ഷേ വളരെ 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 കൂളായി അദ്ദേഹം പറയുന്നുണ്ട്. 16 പൈസ എന്നൊക്കെ പറഞ്ഞാൽ പോലും അതിനകത്ത് 28 രൂപയോളം വർധനവുണ്ടാകും. മാത്രവുമല്ല സമ്മർ താരിഫ് ഒഴിവാക്കി എന്നൊക്കെ ഒരു ഓഫർ പോലെ സംസ്ഥാനത്തോട് പറയുമ്പോൾ ഈ മൾട്ടി ഇയർ താരിഫ് അടക്കം ചുമത്തിക്കൊണ്ട് ഉപഭോക്താക്കൾക്ക് അതൊരു അധിക ബാധ്യത, ഒരു ഇരട്ടി ബാധ്യത അതാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തു വരികയും ചെയ്യും. SKN. ഓക്കെ, താങ്ക് യു ഷഫീദ് റാവുത്തർ. എന്തായാലും ചില ആളുകൾ ചോദിക്കുന്നു ഭൈരവൻ കണ്ണൂർ, ചില പ്രേക്ഷകർ കൂടി ഇതിനോട്